ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മുടെ ചാനലിൽ ചെയ്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സ് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനിലൂടെ ആയിരുന്നാലും യൂട്യൂബിൻ്റെ സെർച്ചിലൂടെ ആയിരുന്നാലും നമ്മുടെ വീഡിയോ വൈറൽ ആവുകയുള്ളൂ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട എല്ലാ സെറ്റിങ്സിനെ പറ്റിയുള്ള ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോയിൽ മൈറ്റി സ്റ്റുഡിയോയ്ക്കുള്ളിൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ് നമുക്ക് ഓൺ ആക്കേണ്ടത് എന്നും എന്തൊക്കെ സെറ്റിങ്സ് ഓൺ ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് ലഭിക്കുക എന്നുള്ള കാര്യവും, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സെർച്ചിൽ വരുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സെറ്റിങ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ എൻ്റെ പേര് ശ്രീനിത്യ. പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീഡിയോസ് അപ്ലോഡാക്കി വീഡിയോസ് വൈറലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനു വേണ്ടി നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ക്രോമിലോ ഗൂഗിളിലോ പോയിട്ട് YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തെടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെയായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റു കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഈ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക. അത് ഓൺ ആക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നത് ജനറൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഏകദേശം എല്ലാവർക്കും ബൈ ഡിഫോൾട്ട് ഇത് കറൻസി എന്ന കോളത്തിൽ USD എന്ന് കാണാനായിട്ട് കഴിയും. ഇത് വലിയ കാര്യമാക്കേണ്ടതില്ല. മോണിറ്റൈസ്ഡ് ആയ ചാനൽസിലാണെങ്കിൽ USD എന്നുള്ളത് മാറ്റി നമുക്ക് സൈഡിലെ ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് INR, അതായത് ഇന്ത്യൻ റുപ്പിയിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോയിൽ ഡോളർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോളർ മാറി ഇന്ത്യൻ മണിയിൽ കാണിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ചാനൽ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ ചാനൽ സെർച്ചിന് വരുന്നതിനും നമ്മുടെ കണ്ടന്റ് സെർച്ചിൽ വരുന്നതിനുമുള്ള എല്ലാ സെറ്റിങ്സും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബേസിക് ഇൻഫോ. അപ്പോൾ അവിടെ ഇന്ത്യ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് കാണും, ഞാനിപ്പോൾ ഇന്ത്യയിലല്ലല്ലോ താമസം, മറ്റ് ഏത് കൺട്രിയിൽ നിങ്ങൾ താമസിച്ചിരുന്നാലും നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് ഇന്ത്യൻ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇന്ത്യ എന്ന് കൊടുക്കുന്നുണ്ട്. താഴെയായിട്ട് കീവേഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ചെയ്യുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട കീവേഡ്സും അതുപോലെ ചാനലിന്റെ ടാഗ്സും ആണ് ഇവിടെ കീവേഡ്സ് ആയി നൽകേണ്ടത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ചാനലിന്റെ നെയിം നിങ്ങൾ കീവേഡ് ആയിട്ട് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ചാനലിന്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചാനലിന്റെ URL കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഞാനിവിടെ കാണിക്കുന്നത് പോലെ നിങ്ങൾ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിന്റെ സെർച്ചിൽ വരുന്നതാണ്. ഇനി അതിനുശേഷം നമ്മുടെ ചാനലിൽ നമ്മുടെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ യൂട്യൂബ് ടിപ്സ് ആണ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന വീഡിയോസ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കീവേഡ്സ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബ് റെക്കമെൻഡേഷനിലൂടെ വൈറൽ ആകുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷനായ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. ഒന്ന് എന്ന് പറയുന്നത് യെസ് സെറ്റ് ദിസ് ചാനൽ ഐ മെയ്ഡ് ഫോർ കിഡ്സ്. ഐ മോസ്റ്റ്ലി അപ്ലോഡഡ് കണ്ടന്റ് ദാറ്റ് മെയ്ഡ് ഫോർ കിഡ്സ്. അതായത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാർട്ടൂണോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ടിപ്സ് ഒക്കെയാണ് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനായ നോ സെറ്റ് ദിസ് ചാനൽ ആസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്, ഐ ആൾമോസ്റ്റ് നെവർ അപ്ലോഡഡ് കണ്ടന്റ് ദാറ്റ് മെയ്ഡ് ഫോർ കിഡ്സ്. അതായത് ഈ ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒരുപോലെ മുതിർന്നവർക്കും കുട്ടികൾക്കും കാണാൻ കഴിയുന്നതാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷനായ ഐ വാണ്ട് ടു റിവ്യൂ ദിസ് സെറ്റിംഗ്സ് ഫോർ എവറി വീഡിയോ, ഈ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഓരോ വീഡിയോസിനും നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും.
ഇനി മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ഓട്ടോമാറ്റിക് ക്യാപ്ഷൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ താഴെയായിട്ട് അഡ്വർടൈസ്മെന്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലും പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് കാണുന്നത് ക്ലിപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് താല്പര്യാർത്ഥം ഓൺ ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൺ ആക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് നിങ്ങളുടെ വ്യൂവേഴ്സിന് കുറച്ച് ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാനിത് അലോ ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും താഴെയായിട്ട് തേർഡ് പാർട്ടി ട്രെയിനിങ് എന്ന ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അവിടെയും നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ടടുത്തായിട്ട് ഫ്യൂച്ചർ ആൻഡ് എലിജിബിലിറ്റി എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. മാക്സിമം എല്ലാ പേർക്കും ആദ്യത്തെ 2 എനേബിൾഡ് ആയിരിക്കും. മൂന്നാമത്തത് എനേബിൾഡ് അല്ല എങ്കിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വാലിഡ് ID വെച്ച് നമുക്ക് ഈ ഒരു തേർഡ് ഓപ്ഷൻ എനേബിൾഡ് ചെയ്യാവുന്നതാണ്. ആധാർ കാർഡ് അക്സെപ്റ്റബിൾ അല്ല. ഈ ID വെച്ച് വെരിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ 6 സെക്കൻഡിന്റെ ഒരു സെൽഫി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എനേബിൾഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റിലേറ്റഡ് കണ്ടന്റ് കൊടുക്കാനും ലൈവ് സ്ട്രീം ചെയ്യാനും കസ്റ്റം തമ്പനെയിൽ സെറ്റ് ചെയ്യാനും ഉള്ള പല ഓപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി സൈഡിലെ മൂന്നാമത്തെ ഓപ്ഷനായ അപ്ലോഡ് ഡീഫോൾട്ട് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണാം ബേസിക് ഇൻഫോ എന്നൊരു ഓപ്ഷൻ. അതിന് തൊട്ട് താഴെയായിട്ട് ടൈറ്റില് നമ്മൾ പല വീഡിയോസിനും അല്ലെങ്കിൽ പല ഷോർട്സിനും പല ടൈറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പെർമനന്റ് ആയിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഈ പേജിൽ നമ്മൾ ചെയ്യുന്നത് പെർമനന്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കേണ്ട സെറ്റിംഗ്സ് ആണ്. ഇനി താഴെയായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ഇവിടെ വേണമെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് #key ഇട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വിസിബിലിറ്റി ഇവിടെ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. ഇങ്ങനെ അൺലിസ്റ്റഡ് ആക്കി വെക്കുന്നതിലൂടെ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഷോർട്സും അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ ചാനലിലെ വീഡിയോസോ ഷോർട്സോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ അൺലിസ്റ്റഡ് ആക്കി അപ്ലോഡ് ചെയ്യുക. വീഡിയോസിന് കൊടുക്കേണ്ട ആവശ്യമായിട്ടുള്ള തമ്പനെയിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ YT സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്ത് അവിടെ ചെയ്യേണ്ട എല്ലാ സെറ്റിംഗ്സും ഓൺ ആക്കിയതിന് ശേഷം മാത്രം ഏത് ടൈമിലാണോ പബ്ലിക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈം ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് പബ്ലിക് ആക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ ക്വാളിറ്റിയിൽ തന്നെ അപ്ലോഡ് ആവുകയും നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് കാണാൻ ആഗ്രഹിക്കുന്ന വ്യൂവേഴ്സിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ടൈം യൂട്യൂബിന് ലഭിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്കിൽ ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാം. ഇനി തൊട്ട് താഴെയായിട്ട് ടാഗ്, ഇവിടെയും നിങ്ങളുടെ ചാനലിന്റെ നെയിം കൊടുക്കാവുന്നതാണ്. ഇനി താഴെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ്, ഇവിടെ അലോ ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് ആൻഡ് കീ മൊമെന്റ്സ് എന്ന ഓപ്ഷൻ കാണാം. മാക്സിമം എല്ലാവർക്കും ഇത് ഓൺ ആയിരിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക. താഴെയായിട്ട് നിങ്ങൾക്ക് ലൈസൻസ്, ഇവിടെയും യൂട്യൂബ് സ്റ്റാൻഡേർഡ് ലൈസൻസ് എന്ന് ബൈ ഡിഫോൾട്ട് കാണാനായിട്ട് കഴിയും. ഇനി തൊട്ട് താഴെയായിട്ട് വീഡിയോ ലാംഗ്വേജ്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ മലയാളത്തിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സൈഡിലെ ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് മലയാളം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതിന് താഴെയായിട്ട് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്, ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. അതിന് താഴെയായിട്ട് കമന്റ്സ്, ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കമന്റ്സ് ഓൺ ഓഫ് ചെയ്യാവുന്നതാണ്. അതിന് താഴെയായിട്ട് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ, ഇതും ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് ഓൺ തന്നെ ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിന് എത്ര ലൈക്ക് ആണോ കിട്ടിയത് അത് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഇനി സൈഡിലായിട്ട് നിങ്ങൾക്ക് കാറ്റഗറി കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന വീഡിയോസ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് ആ കാറ്റഗറിയുടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കാറ്റഗറിക്ക് അനുസരിച്ചായിരിക്കും യൂട്യൂബ് വ്യൂവേഴ്സിന് റെക്കമെൻഡേഷൻ അയക്കുന്നത്. ഇനി തൊട്ട് താഴെയായിട്ട് ക്യാപ്ഷൻ, സർട്ടിഫിക്കേഷൻ, അതിന് താഴെയായിട്ട് മോഡറേറ്റർ എന്ന 2 ഓപ്ഷൻ കാണും. ഇവിടെയും നോൺ എന്നും ബേസിക് എന്നും ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്തതിന് ശേഷം താഴെയായിട്ട് സേവ് ബട്ടൺ കാണാം. സേവ് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്നവരാണെങ്കിൽ
സൈഡിൽ കാണുന്ന കമ്മ്യൂണിറ്റി മോഡറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പെർമനന്റ് മോഡറേറ്ററെ കൊടുക്കാവുന്നതാണ്. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ബാഡ് കമന്റ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കോളം കാണാനായിട്ട് കഴിയും. അവിടെ നിങ്ങളുടെ ലൈവ് സ്ട്രീമിനിടയിൽ വരുന്ന പെർമനന്റ് ആയിട്ട് വരുന്ന ബാഡ് കമന്റ്സ് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് സ്ട്രീം ചെയ്യുന്നതിനിടയിൽ ആരെങ്കിലും അങ്ങനെ ഒരു ബാഡ് കമന്റ് അയച്ചാൽ യൂട്യൂബ് അത് കാണിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കേണ്ട സെറ്റിങ്സ്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ നമ്മുടെ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെ, അതായത് ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ID വെരിഫിക്കേഷൻ ചെയ്യുക, അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യുക, US-ന്റെ ടാക്സ് ഫോം ഫില്ല് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടായവർ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.